നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ബഹുമാന്യരെ, ഇന്നലെ തിരുവനന്തപുരത്ത് പരീക്ഷ ഭയം തോന്നി ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം, മനസ്സിലാക്കിയിരിക്കുന്നതുമായ കാര്യം, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഉദ്യോഗം നേടുക എന്നുള്ളതല്ല. വിദ്യാഭ്യാസ ലക്ഷ്യമല്ല ഉദ്യോഗം. സാംസ്കാരികമായിട്ട് മനുഷ്യനെ ഉന്നതരാക്കുക, അതാണ് വിദ്യാഭ്യാസ ലക്ഷ്യം. ആ കൂട്ടത്തിൽ ഒരു ജോലിയും സമ്പാദിക്കുക, അത് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് SLC പരീക്ഷയൊക്കെ. ഇപ്പം ഞാനും SLC കഴിഞ്ഞ ആളാണ്, വർഷങ്ങൾക്ക് മുമ്പ് 67. പക്ഷെ അന്ന് ടെൻഷനൊക്കെ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു സമയത്തൊക്കെ ഗ്രാമത്തിലായിരുന്നു, മരത്തിൽ ചോട്ടി പോയി പഠിച്ചിട്ടൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ ബേസിക്കലി ഞാൻ അധ്യാപകന് കൂടിയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നമ്മുടെ കുട്ടിയോട് പറഞ്ഞറിയോ, ഇപ്പം എല്ലാ പരീക്ഷയിലും 100% വിജയിച്ചു പോയതൊരു കുട്ടിയുടെ അടുത്ത് നമ്മൾ ഒന്നും മിണ്ടാതിരുന്നാൽ അവർ എന്തെങ്കിലും കാരണവശാൽ ഒരു പരീക്ഷയിൽ എന്തെങ്കിലും ഒരു മാർക്ക് കുറഞ്ഞു പോയാൽ ടെൻഷനാവുന്ന മാത്രമല്ല, ഒരുപക്ഷെ ജീവിതം അവസാനിക്കും. അവിടെ ബുദ്ധിയുള്ള രക്ഷകർത്താക്കൾ പറഞ്ഞറിയോ, മോനെ പരീക്ഷയിൽ ജയം തോൽവിയും അത് നിർബന്ധമാണ്, അതൊരു സത്യമാണ്. ജയിക്കാൻ തോൽക്കുക, പരീക്ഷ എല്ലാം കൂടി ജയിക്കില്ല, അത് ജീവിതത്തെ ബാധിക്കരുത്, അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം, പരിശീലനം കൊടുക്കണം, അല്ലെങ്കിൽ അപകടം ഉണ്ടാകും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുട്ടി പഠിച്ച് മുഴുവൻ ഓർക്കുന്നില്ല, മറന്നുപോയി എന്ന് പറഞ്ഞാണ്. അങ്ങനെയൊക്കെയുള്ള കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായും രക്ഷകർത്താക്കൾ അറിയാൻ പറ്റുമത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? മോനെ, പരീക്ഷ നമ്മൾ അറ്റൻഡ് ചെയ്യുക, ജയിക്കട്ടെ തോൽക്കട്ടെ, നിനക്കറിയാവുന്ന നീ എഴുത്. എന്നിട്ട് ജീവിതം എന്നുകൊണ്ട് പരീക്ഷയിൽ മാത്രമല്ല, മാർക്കിൽ മാത്രമല്ല, കേവലം 4 മാത്രം കൂലിയുള്ള ഒരു ആള് സമ്പാദിച്ചു, പലിശ കൊടുത്തു, കടം വീട്ടി നിത്യജീവിതം കഴിക്കുന്നു. എങ്ങനെയാണ് ഈ 4 കൂലിയുള്ള ആൾ ഈ 4 കാര്യം ചെയ്യുന്നത്? ഇവിടെ മാസം 1 ലക്ഷം രൂപ കിട്ടിയാൽ സമ്പാദിക്കാൻ പറ്റില്ല. അതിന് കണക്ക് ഒരു കാരണവർ പറഞ്ഞ് കണക്കുണ്ട്. 4 കിട്ടിയാൽ 1 അവൻ നിത്യജീവിത ലോകത്തില്ല, ദൈനംദിന ജീവിതത്തിന് എടുക്കും. 1 എങ്ങനെ മക്കൾ പലിശ കൂടെ തുല്യമാണല്ലോ. കടം വീട്ടുന്നു, അതിന് കടം വീട്ടത് അച്ഛനും അമ്മയ്ക്കും ചെലവിന് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമാണ്, നമ്മുടെ കടം വീട്ടിൽ തുല്യമാണ്. ബാക്കി 1 സമ്പാദിക്കും. അപ്പോൾ ഈ 4 കൂലിയുള്ള ഒരാൾ 4 കാര്യം ഇത് മനസ്സിലായോ? അതുപോലെ നമ്മുടെ കുഞ്ഞു മക്കളടുത്ത് പറഞ്ഞു കൊടുക്കണം, മക്കളെ ജീവിതത്തിൽ ദുഃഖവും സുഖവും ഉണ്ടാവും. ദുഃഖം കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവും, സുഖം വന്ന് കൂടുതൽ സന്തോഷം ചെയ്യരുത്. അത് ഇങ്ങനെ നിമ്നോന്നതങ്ങളായിരിക്കും, കയറിയും ഇറങ്ങിയും കിടക്കും എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞ് ആത്മഹത്യയില്ല. ഇപ്പം നമ്മൾ പരസ്യമായിട്ട് കുട്ടികളെ ശാസിക്കും, പക്ഷേ ഉള്ളിൽ നല്ല സ്നേഹമാണ്, അത് കുട്ടികൾ അറിയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഭാര്യയോട് പോലും നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം, വെറുതെ മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. അത് അങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് വിനീതം അഭ്യർത്ഥിക്കണം. മറ്റൊന്ന് മയക്കുമരുന്ന്. അത് എന്നാൽ വിശദമായിട്ട് കുറിച്ച് പറഞ്ഞാണ്. അതിൽ പല ഘടകങ്ങളുണ്ട്. ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അത് ശ്രീമാൻ ആൻ്റണിയുടെ കഴിവില്ലായ്മയാണ്. മുഖ്യമന്ത്രി ആയത് അവൻ ചോദിക്കും, എങ്ങനെയാണ് മുഖ്യമന്ത്രി ആയതിന് കഴിവ്? അദ്ദേഹം ചാരായം നിരോധിച്ചു. ആരോട് ചോദിച്ച്? എന്തെങ്കിലും സർവേ നടത്തിയോ? കേവലം 35 രൂപയ്ക്ക് ഒരു കുപ്പി ചാരായം 1/2 രൂപയ്ക്ക് മറ്റോ ഒരു, അല്ലെങ്കിൽ ഒരു 2 രൂപയ്ക്ക് ഒരു മുട്ടയും കിട്ടും. അത് കഴിച്ച് 50 രൂപ അല്ലെങ്കിൽ 100 രൂപ കൂലി കിട്ടുന്ന ആൾ 35 40 പോയിട്ട് 10 രൂപ ബീഡിയും മുറുക്കാനായിട്ട് ബാക്കി 50 രൂപ ഭാര്യ കൊണ്ട് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ ആ നിരോധിച്ചോടുകൂടി അതിൽ കളറ് ചേർത്ത് 350 രൂപ ബാറിൽ 35 രൂപയ്ക്ക് കിട്ടിക്കുന്ന ഒരു കുപ്പി ചാരായത്തിൽ കളറ് ചേർത്ത് അബ്കാരികൾ അല്ലെങ്കിൽ ബാർ മുതലാളിമാർ 350 രൂപയ്ക്ക്. അപ്പോൾ 100 രൂപയ്ക്ക് കൂലിക്ക് പോകുന്ന ആൾക്ക് 350 കുടിക്കാൻ പറ്റുമോ? അപ്പോൾ അവൻ പറഞ്ഞ് ഞങ്ങൾക്ക് 500 രൂപ കൂലി കിട്ടണം.
അപ്പോൾ 350 രൂപ ശമ്പളം മദ്യം കഴിഞ്ഞാൽ ബാക്കി 150 രൂപ വീട്ടിൽ കൊടുക്കാം. 100 രൂപ കൂലിട്ടായത് പെട്ടെന്ന് 500 രൂപയാക്കാൻ മതിയോ? അപ്പോൾ കുറച്ച് ദിവസം ജോലിക്ക് വഹിക്കാതിരുത്, കുറച്ച് ദിവസം ജോലിക്ക് പോകാതിരുത്. പക്ഷെ മിനിമം ചാർജ് 10 പൈസ, ശരിക്കും ഓർമ്മ, മിനിമം ചാർജ് 10 പൈസ ആക്കിയപ്പോൾ കുറേ ആൾക്കാർ അത് കയറായത് 1-2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം കയറാൻ തുടങ്ങിയവർ പോകാതിരിക്കാൻ പറ്റുമോ? അതുപോലെ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ ഒരു വിഭാഗം കൂലി കിട്ടിയാലേ ചെയ്യൂ എന്ന് പറഞ്ഞ് വേറൊരു വിഭാഗം, രണ്ടും താഴ്ത്തിപ്പെടുത്തി 500 രൂപ ആക്കി. അപ്പോൾ അങ്ങനെ 100 രൂപ ഉണ്ടായത് പെട്ടെന്ന് 500 രൂപ ആക്കിയത്, ഇപ്പോഴാണ് 1000-1500 രൂപ. അപ്പോൾ അതുകൊണ്ട് കുറേ അബ്കാരി മുതലാളിമാർക്ക് പണം ഉണ്ടാക്കാൻ പറ്റിയെന്നല്ലാതെ സാധാരണക്കാർക്കോ കേരള സംസ്ഥാനത്ത് എന്ത് നേട്ടമുണ്ടായി? അതാണ് ആന്റണി ചെയ്ത മറ്റൊരു ദ്രോഹം. ഇതെല്ലാം അദ്ദേഹം കരുതി കൂടി ചെയ്യുന്ന ഒരിക്കലും പറയില്ല, കഴിവില്ലായ്മ അതൊക്കെ. അപ്പം അതാണ് പല കാരണമുണ്ട് മദ്യത്തിന്, ഒരു കാരണം. അപ്പം ഇങ്ങനെയെല്ലാം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? പ്രായോഗികമായിട്ട് പ്രായോഗികമായിട്ട് ചിന്തിക്കാതെ, സ്റ്റഡി ചെയ്യാതെ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാതെ തീരുമാനം എടുക്കുമ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ടാവും. മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ നോമ്പ് കാലമാണ് മുസ്ലിങ്ങൾ, അതിൽ നിലാവ് കാണുന്നത്. നിലാവിൻ്റെ അടിസ്ഥാനമാക്കിയാണ് മാസം തുടങ്ങുന്നതും നിലാവിൻ്റെ അടിസ്ഥാനത്തിൻ്റെ മാസം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഈ പ്രാവശ്യം കണ്ട നിലാവ് 1-ാം തീയതിയായിട്ടാണ് കണ്ടെങ്കിലും അത് 2-ാം തീയതിയിൽ എത്ര വലിപ്പം ഉണ്ടായതിൽ പരാതിയുണ്ട്. അപ്പോൾ ഒരു നോമ്പ് പോയി എന്നൊക്കെ വിചാരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെയുണ്ട്. പക്ഷേ അതിൽ പ്രവാചകൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ലോക അവസാനത്തിന് ഒന്നിലധികം കാരണങ്ങളുണ്ട്, ഒന്നിലും തെളിവുകളുണ്ട്. അതിൽ ഒരു തെളിവ് ഈ റമദാൻ മാസം നമ്മൾ കാണുന്ന നിലാവുണ്ടല്ലോ, അത് മറ്റ് മാസങ്ങളും ശ്രദ്ധിക്കാതെ എല്ലാ മാസവും നിലാവുണ്ട്, അത് നമുക്ക് വലുതായി തോന്നും. അത് ലോക അവസാനത്തിൻ്റെ ആരംഭത്തിൻ്റെ ലക്ഷണമാണെന്ന് പ്രവാചകൻ പറഞ്ഞത്. മറ്റൊന്ന് പെട്ടെന്നുള്ള മരണം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയ കൊന്നിട്ടാണെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടാണെങ്കിലും അസുഖം വന്നിട്ടാണെങ്കിലും പെട്ടെന്നാണെങ്കിലും എത്ര മരണങ്ങളാണ്. 5 വർഷം ഗൾഫിൽ പോയിട്ട് തിരിച്ച് വന്ന് യാത്ര ചെയ്യുന്നപ്പോൾ രാത്രി കിടന്നപ്പോഴും അത് മരിച്ചുപോയി ആൾ. 35 വർഷം ഒരാൾ ഇതുപോലെ ഗൾഫിൽ പോയിട്ട് നാട് വിട്ടുപോയതാണ്, യാതൊരു ബന്ധമില്ല. അങ്ങനെ വന്ന് വീടൊക്കെ വെച്ച് കാണാമെന്ന വിധത്താണ് നമ്മുടെ മെഡിക്കൽ ടെസ്റ്റ്, അന്ന് കൊച്ചി എയർപോർട്ട്, അവിടെ വന്ന സമയത്ത് മെഡിക്കൽ ടെസ്റ്റ് കയറി മരിച്ചുപോയി. 30 വർഷമായിട്ട് വീട് കണ്ടിട്ടില്ല. അപ്പം പെടുമരണം, അത് വർഷങ്ങൾ പെടുമരണം ഇന്നൊരു സാധാരണ സംഭവമായിട്ടുണ്ട്. ഇതെല്ലാം ലോക അവസാനത്തിന് ലക്ഷ്യങ്ങളാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് 1400 വർഷങ്ങൾക്ക് മുൻപ്. അതുപോലെ മെക്സിക്കോ കടൽ തീരത്ത് ഡാർവൺ എന്നിട്ട് ഒരു മത്സ്യം വന്നു. ആ മത്സ്യം അല്ലെങ്കിൽ അപകടങ്ങളുടെയൊക്കെ ലക്ഷണമാണെന്നും ആൾക്കാരുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മുടെ ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ കാലം ഇങ്ങനെ ഓരോ തെളിവുകൾ അടുത്തടുത്ത് വരാണ്. ഇത്ര കണ്ട് മോശമാണ്. ഇത് തന്നെയാണ് നിങ്ങളുടെ മൊയ്തീൻ ഷെയ്ഖ് 30 വർഷം എഴുതിയ പുസ്തകമുണ്ട്, ഭൂമിയില്ലാത്ത പ്രപഞ്ചം, എർത്ത്ലെസ് യൂണിവേഴ്സ്. ആ ഭൂമിയില്ലാത്ത പ്രപഞ്ചം എന്നുള്ളത് അത് 30 വർഷം മുമ്പ് എഴുതിയാണെങ്കിലും ഒറ്റ ദിവസം രാത്രി എഴുതിയെങ്കിലും അതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട്. അതിനുശേഷം 2 വർഷം മുൻപ് അമേരിക്കൻ നാസ പറഞ്ഞു ഭൂമിയുടെ ഒരു അവസാനമാകാൻ പോകുന്നു, അത് തന്നില്ല ഒരു അതിനുശേഷം വരുന്നത് പ്രത്യേക ഒരു ജീവിയാണ്, അത് മനുഷ്യ പോലെ ആയിരിക്കില്ല എന്നൊക്കെ. ഇത് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാനത് പുസ്തകത്തിൽ അതുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ വിശദീകരിക്കാൻ സമയമില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഭൂമിയുടെ ഒരു അവസാനത്തിൻ്റെ ആരംഭമായി എന്നുള്ളത് ശരിയാണ്. ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഒരു വശത്ത് നടക്കും. മറ്റു വശത്ത് ഇപ്പോൾ UK എന്ന് പറയുന്നത് അറിയാലോ, ഇവിടെ മുസ്ലിം സമുദായത്തെ ഇങ്ങനെ ഒതുക്കാൻ വേണ്ടി അശ്രാന്ത പൈസ നടത്തി എല്ലാവരും ഒരുമിക്കുകയാണല്ലോ. അതും പ്രവാചകൻ പറഞ്ഞു അവസാന നാളാകുമ്പോൾ ഈ സമുദായത്തെ നശിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല, അങ്ങനെ നശിപ്പിക്കാൻ പറ്റിയല്ലോ ഇസ്ലാം മതം, എങ്കിലും ഒതുക്കാൻ വേണ്ടി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ആലോചിച്ചോക്ക്, യാതൊരു സത്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ് ഈ സമുദായത്തിൽ കുറേ ആൾക്കാർ പിന്നെ ചില തീവ്രവാദികളോ അല്ലെങ്കിൽ ബുദ്ധി ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ബഹുഭൂരിപക്ഷം ആൾക്കാരും സമാധാനം ആഗ്രഹിക്കുന്ന വിഭാഗമാണ് മുസ്ലിം സമുദായം. എന്നിട്ടും എൻ്റെ ഇന്ത്യയിൽ പോലും കേരളത്തിൽ പോലും എറണാകുളത്ത് പോലും ഈ വിഭാഗത്തെ ഒതുക്കാനുള്ള വസ്താന്ത പരിശ്രമത്തിലാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, റബ്ബർ പന്ത് എത്ര കഴിഞ്ഞ് ആഞ്ഞടിക്കുന്നുവോ അത്ര കണ്ട് ഉയർത്തി പോകുമ്പോലെ ഒരു വർഗത്തെയോ ഒരു സമുദായത്തെയോ നിങ്ങൾ എത്ര കണ്ട് ഒതുക്കാൻ നോക്കും അത്ര സമുദായം വളരും. ഉദാഹരണം ചൈന,
ചൈന ഒറ്റപ്പെട്ട് നിൽക്കായിരുന്നു. ആ ചൈനയെ ഒറ്റപ്പെടുത്തിയതിൻ്റെ പേരിലാണ് അത് ഇത്രയും വളർന്നത്. അതിന് പിന്നെ ചൈനയെ UN ചേർത്ത്, അത് വേറെ സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ സമുദായത്തെ ഒതുക്കാൻ വേണ്ടി കേരളത്തിൽ പോലും അശ്രാന്ത പരിശ്രമം നടക്കുകയാണ്. പക്ഷെ വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക, UK കഴിഞ്ഞ ഏതൊരു വർഷങ്ങളിൽ 3500 പള്ളികളാണ് കുർബാനയൊക്കെ നിർത്തിയിട്ട് മറ്റ് വ്യാവസായ ആവശ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അത് അങ്ങനെയുള്ള പള്ളികളിൽ നല്ല ശതമാനം വാങ്ങുന്നത് മുസ്ലിം സമുദായങ്ങളാണ്. എന്നുവെച്ചാൽ അത് പള്ളിയുടെ ട്രസ്റ്റ് രജിസ്റ്റർ ഉണ്ടാവുള്ളൂ, മറ്റ് ആവശ്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല, ഇതുപോലെ ദേവാലയങ്ങൾക്കോ പ്രാധാന്യങ്ങൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കുന്ന ഇപ്പോഴത്തെ കണ്ടീഷനിൽ താല്പര്യമുള്ളത് മുസ്ലിങ്ങളാണ്. കാശുണ്ടവരിൽ അവർക്ക് താല്പര്യമുണ്ട്. അങ്ങനെ മുസ്ലിങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. UK പോലുള്ള യൂറോപ്യൻ കൺട്രീസ് പല പള്ളി ചർച്ചകളും. ഇതൊന്നും അറിയാതെ ഇവിടെ എങ്ങാണ്ട് മുസ്ലിങ്ങളായിട്ട് ഒന്നുമില്ല. നമ്മുടെ ചില ചാനൽ കേട്ടാൽ മുസ്ലിം ഒന്നുമില്ല, ലോകത്ത് ഇല്ലാതെ ഇനി ഒന്നുമില്ലെന്നാ. അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്, അതൊന്നും ശരിയല്ല. ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ കേരളത്തിൽ പോലും കാസ എന്നൊരു സംഘടന, അത് ജലീൽ പറഞ്ഞിട്ടുണ്ട്, വർഗീയ സംഘടന രൂപീകരണം, പാർട്ടി രൂപീകരണം. കാസ സംഘടനയൊക്കെ അത് ഇസ്രായേലിൻ്റെ കെയർ ഓഫിലാണ് വരുന്നത്. പിന്നെ ചില അമേരിക്കൻ ഗ്രൂപ്പുകളിൽ ശക്തിയുണ്ട്. അവരിപ്പോൾ ഒരു പാർട്ടി രൂപീകരിക്കാൻ പോകണം, ഒരു വർഗീയ പാർട്ടി. BJPയുടെ കൂടെ ചെയ്യിക്കുമ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ BJP പോകുമ്പോൾ ഞാനും വർഗീയ പാർട്ടിയെ പോകുമല്ലോ. അവർ വർഗീയതയാണ് അതിൻ്റെ ലക്ഷണം, അത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല, അങ്ങനെ രഹസ്യമായിട്ട് കാലം പരസ്യമായിട്ട് വരാം, രാഷ്ട്രീയത്തിൽ രൂപീകരിക്കുക, അത് BJP സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാശ. അത് ചെയ്യട്ടെ, അവരുടെ കാശുണ്ട്. അത് അദ്ദേഹം പറഞ്ഞ പോയിന്റ്, അദ്ദേഹത്തിൻ്റെ മകളെ ആരോ മുസ്ലിം തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ക്രിസ്ത്യൻ പെൺകുട്ടികൾ നിങ്ങൾ ഇത്ര ചീപ്പായിട്ട് കാണോ, ഇത്ര മൂല്യമില്ലാത്ത അല്ലെങ്കിൽ ഇത്ര ബുദ്ധിയില്ലാത്ത കുട്ടികൾ കാണോ? മറ്റേതൊരു സമുദായത്തെക്കാളും അല്ലെങ്കിൽ സമുദായത്തിന്റെ ഒപ്പം ബുദ്ധിയും കഴിവും പ്രായോഗിക ബുദ്ധിയുള്ള വർഗമാണ് അല്ലെങ്കിൽ സമുദായമാണ് ക്രിസ്ത്യൻ സമുദായം, പ്രത്യേകിച്ച് അവരുടെ യുവതികൾ. ആ യുവതിയാണ് ഏതായാലും താടിക്കാരൻ വന്ന് കണ്ണ് കാണിച്ചാൽ കൊണ്ടുപോയി എന്നൊക്കെ ഈ സഭയൊക്കെ പറയുമ്പോൾ ഈ സഭയൊക്കെ അവരുടെ മക്കളെ എങ്ങനെയാണ് കാണുന്നത്, വിലയിരുത്തുന്നത്? അതെന്തോട്ട് അത് നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ കാസ ഈ വർഗീയ രൂപീകരണം നെയ്യുമ്പോൾ അതിന് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അതങ്ങനെ അതും ചെയ്തിട്ട് നമ്മൾ ഇതൊക്കെ എല്ലാവർക്കും രൂപീകരിക്കാം, പാർട്ടി രൂപീകരിക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, ക്രിസ്ത്യൻസ്, ഇന്നലെ ക്രിസ്ത്യൻ സഭയെക്കുറിച്ച് പറഞ്ഞു, ക്രിസ്ത്യൻ സഭയോട് സംഘപരിവാറിനോട് പറയാണ്, നിങ്ങൾ കേരളത്തിലെ ക്രിസ്ത്യാനികളെ കൂടി ചേർത്ത് കേരളം ഭരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്. അതിൽ തെറ്റില്ല. ഇങ്ങനെയെങ്കിലും രജിസ്റ്റർ പാർട്ടി ആകുമ്പോൾ ഇലക്ഷൻ മത്സരിക്കുക, രാജ്യം ഭരിക്കുക എന്നുള്ള അവരുടെ കടമയാണ്, കർത്തവ്യമാണ്, അവരുടെ അവകാശമാണ്. അതിൽ നമുക്ക് കൈയെടുത്തില്ല, നമ്മളെല്ലാം ലിബറലാണ്. പക്ഷെ ആകെ ഒരു കാര്യം മനസ്സിലാകും, 16% ക്രിസ്ത്യാനികളുള്ള കേരളത്തിൽ 6% കൺവെർട്ട് ക്രിസ്ത്യാനിയാണ്. 10% ക്രിസ്ത്യാനിയുള്ളൂ. 10% ക്രിസ്ത്യാനികളിൽ നിന്ന് ഇപ്പോൾ ഒരു കത്തോലിക്ക, ഇപ്പോൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി ഒക്കെ പറഞ്ഞാൽ കത്തോലിക്കായിട്ട് കാണുന്നുള്ളൂ. കത്തോലിക്ക പാർട്ടിയിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന ഒരാളുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും 10% ക്രിസ്ത്യാനികളിൽ 50% കത്തോലിക്ക്, ബാക്കി 50% മറ്റുള്ളവരാണ്. ഈ 50% കത്തോലിക്കരെങ്കിലും കോൺഗ്രസ് നിൽക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബുദ്ധിയുണ്ടെങ്കിൽ ആകെയുള്ള 10%, അതിൽ 50% കോൺഗ്രസ് വോട്ട് ഏത് കാലത്ത്, കാരണം അറ്റ്ലീസ്റ്റ് എന്ത് കാരണത്തിന് വില അടിക്കും. കാരണം സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയൊക്കെ കത്തോലിക്ക സഭയായിട്ടാണ് നിൽക്കുന്നത്. അല്ലെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. വധേരെ കല്യാണം കഴിഞ്ഞ് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നല്ലേ, അപ്പം പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോൾ 5% കോൺഗ്രസ്, ബാക്കിയുള്ള 5%-ൽ ഒരു 2% ക്രിസ്ത്യൻസ് പിന്നെ LDF വോട്ട് ചെയ്യും, അല്ലെങ്കിൽ 2% വോട്ട് ചെയ്യും. ബാക്കിയുള്ള 2% വോട്ടാണ് ക്രിസ്ത്യൻസിൽ നിന്ന് നിങ്ങൾ എത്ര തപസ് ചെയ്താലും, എത്ര കോടികൾ മുടിക്കാലും, എന്തെല്ലാം ആനുകൂല്യം കൊടുത്താലും, എത്രയൊക്കെ ഉയർത്തി കൊടുത്താലും ക്രിസ്ത്യൻ സമുദായത്തിൽ കിട്ടുന്നത്. അപ്പോൾ 2% വോട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റുമോ കേരളത്തിൽ? ബാക്കിയൊന്നും കൂടുതൽ വരാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെ 2% നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഏത് പാർട്ടി ചേരാം. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്രിസ്ത്യൻ സമുദായത്തിൽ പ്രത്യേകം പറയാണ്, ഒന്ന്, നിങ്ങൾ പണ്ട് കാലത്ത് രാജാക്കന്മാർ കൂടെ നിന്ന് ആനുകൂല്യം പറ്റി, അതൊക്കെ ഇന്നലെ പറഞ്ഞതാണ്. അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർ കൂടുതൽ ആനുകൂല്യം പറ്റി. കണ്ണായ സ്ഥലം, 20 ലക്ഷം കോടി ഏക്കർ ഭൂമി ക്രിസ്ത്യൻ സമുദായത്തിൽ, പ്രത്യേക കത്തോലിക്ക സമുദായത്തിൽ, മറ്റു സമുദായത്തിൽ പറയുന്നില്ല, സമുദായത്തിൽ എങ്ങനെ ഇന്ത്യയിൽ വന്നു? അത് ബ്രിട്ടീഷുകാർക്ക് കൊടുത്താണ്. ഈ എറണാകുളം പട്ടണം എടുത്ത് നോക്ക്, കണ്ണായ സ്ഥലം മുഴുവൻ എറണാകുളം പട്ടണത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിലെ, കത്തോലിക് സമുദായത്തിൽ, എന്താ കാരണം ബ്രിട്ടീഷുകാർ കൊടുത്താണ്. ആയിക്കോട്ടെ, അല്ല നമുക്ക് കുറ്റമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ബ്രിട്ടീഷുകാർ ഒന്ന് ആനുകൂല്യം പറ്റിയ ആനുകൂല്യം നിലനിർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ സപ്പോർട്ട് ചെയ്ത്. മറ്റൊന്ന്, അത് ഈ കോൺഗ്രസ് അധികാരത്തിൽ കോൺഗ്രസ്
നിങ്ങളുടെ കൂടെ കോൺഗ്രസ് കൂടെ കൂടി ആ അധികാരം നിലനിർത്തി, അല്ലെങ്കിൽ നിർത്തി. അത് ഈ BJP വന്നപ്പോൾ അതും നിങ്ങൾ കൂടെ നിന്ന് അതും നിലനിർത്താണ്, ഒന്നും പരാതിയില്ല. എങ്ങനെയെങ്കിലും കാരണവശാൽ ഞങ്ങൾ ഈ 20% വരെ മുസ്ലിം ന്യൂനപക്ഷം ഉൾപ്പെടെ ഹിന്ദു സമുദായം ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി കൊണ്ടുവരുമ്പോൾ, പ്രധാനമന്ത്രിയായി ഭരണത്തിൽ കോൺഗ്രസ് കയറുമ്പോൾ പിന്നെ സഭയുടെ പേരും പറഞ്ഞു, അവകാശം പറഞ്ഞു, ജാതി പറഞ്ഞൊന്നും കോൺഗ്രസിലേക്ക് വന്നേക്കരുത്. അത് മാത്രമേ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് പറയാനുള്ളൂ. ഭരണം അങ്ങോട്ട് വരുമ്പോൾ പിന്നെ നിങ്ങൾ കോൺഗ്രസിലേക്ക് വരരുത്. വരാണെങ്കിൽ നിങ്ങൾ 100% ഇപ്പം നിൽക്കണം. ഇപ്പം എല്ലാവരും നിങ്ങൾക്ക് പറ്റിയ സമയമാണ്. അതാണ് കത്തോലിക്ക കോൺഗ്രസ്സാണ്, പിന്നെ രാഹുൽ ഗാന്ധി പ്രിയങ്കയൊക്കെ തനി കത്തോലിക്ക, അല്ലെങ്കിൽ ഹിന്ദു സമുദായം ആരും ബന്ധമില്ല. ആ കത്തോലിക്ക കോൺഗ്രസ് നയിക്കുന്ന ഒരു കോൺഗ്രസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ആ പാർട്ടിയിൽ നിങ്ങൾ ഉൾക്കൊള്ളണം. ഇനി ഉൾക്കൊള്ളാതെ നിങ്ങൾ BJP ഭയന്ന് പാർട്ടി മാറുകയാണെങ്കിൽ ഒരു തെറ്റുമില്ല, മാറിക്കോ. പക്ഷെ ബുദ്ധിയുള്ള സഭയോട് പറയാണ്, മൊയ്തീൻ ഷാ മാത്രമല്ല, ബുദ്ധിയുള്ള കൂട്ടം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആ പറഞ്ഞെന്നറിയോ, നിങ്ങൾ പൊയ്ക്കോ. പക്ഷെ ഭരണം മാറി വരുമ്പോഴും, ഞാൻ ഉദാഹരണം, ഞാൻ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അയക്കുമ്പോഴേ ഞാൻ ഹൈക്കോടതിയിലേക്ക് റെയിൽവേയിൽ ഒരു കൗൺസിൽ മെമ്പറായിട്ട് ഒരു വക്കീലെ നിർദ്ദേശിച്ച് ലാലു അവിടെ ഇരിക്കുന്നു, ഞാൻ ഇപ്പത്തിരിക്കുന്നു. ഈ ഫയൽ വന്നു, ഫയൽ ഒപ്പിടാൻ സമയത്താണ് സോണിയാഗാന്ധി ഓഫീസിൽ ഫോൺ കോൾ. രാഹുൽ നേരിട്ട് കളമശ്ശേരിക്കാർ എച്ചായന് ഇത് കൊടുക്കുന്നിട്ട്. അപ്പോൾ എൻ്റെ നോക്കുന്ന ഫയൽ പുള്ളി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇട്ട്. ഏതാ എന്നോടല്ല, സോണിയാഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് കോള് വന്നാൽ പിന്നെ മൊയ്തീൻ ഷാക്ക് അവിടെ എന്ത് പ്രസക്തി? അങ്ങനെ ആൾ വെച്ച് ആളാണ് കുറേ ആളായിട്ട് കുറേ വർഷം മുമ്പാണ് ആയത്. അതുപോലെ അധികാര കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ പങ്കുവെച്ചാൽ വരും. എനിക്ക് അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ ഗ്രൂപ്പ് പറയാനുള്ളൂ. നിങ്ങൾ പോയിക്കോ, ഒരു കുഴപ്പമില്ല. കാശിയുടെ കൂടിയോ BJPയുടെ കൂടിയോ ആസിയുടെ കൂടിയോ ഒക്കെ നിങ്ങൾ പോയിക്കും. പക്ഷേ അധികാരം വരും പിന്നെ അങ്ങോട്ട് വരരുത്. അത് വന്നാൽ അത് ഇന്നത്തെ തീരുമാനം എന്താ വെച്ചാൽ മുട്ടുകല്ല് പിടിക്കുന്നതാണ്. അങ്ങനെ അധികാരത്തിൽ വിടുന്നവർ പോലെ വന്നാൽ ആരും അധികാരം ചേർക്കുന്നവരെയും പിന്നെ ചേരുന്നവരും രണ്ടുമുണ്ട്. കോൺഗ്രസ് ചേർക്കുകയാണെങ്കിൽ അവർ ചേർന്നൊക്കെയാണെങ്കിൽ മുട്ടുകല്ലിടിക്കും. എന്ത് കാരണം? പാടുപെട്ട് എല്ലാ തെറ്റും പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കി നശിപ്പിച്ച് എങ്ങനെയെങ്കിലും കോൺഗ്രസ് അധികാരത്തിൽ കയറ്റാൻ ശ്രമിക്കുമ്പോൾ, ബ്ലോക്കായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഭരണം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ വെറുതെ അപ്പോൾ അഭ്യാസം കാണിക്കുന്നത്. അത് മാത്രം പറയാനുള്ളൂ. അത് ഗൗരവമുള്ള കാര്യമാണ്, വളരെ കാര്യമായിട്ട് പറയാനുള്ളൂ. വേറെ യാതൊരു പണക്കുമില്ല. നിങ്ങൾ ഏത് പാർട്ടി സ്വീകരിക്കും. അതാണ് കാശിയുടെ കാര്യമൊക്കെ അറിയാലോ. യാതൊരു തത്വദൃഷ്ടിയില്ലാത്ത ഈ സത്യമില്ലാത്ത എന്താണ് ലവ് മാരേജ്, വല്ല സത്യമുണ്ടോ സഭ? എന്താണ് പിന്നെ നാർക്കോട്ടിക് ജിഹാദ്, വല്ല സത്യം? ഇന്ന് പിടിച്ചലൊക്കെ നോക്ക്, എത്ര ഒരു അതായത് 6000 കോടി രൂപയുടെ പിടിച്ച് ഡൽഹി പിടിച്ച ഒരാൾ ഒരു ഹിന്ദു സമുദായമാണ്. അതിൻ്റെ കൂടെ പിന്നെ KC വേണുഗോപാൽ ചിത്രം കാണിക്കുന്നത് അസംബ്ലി കാണിച്ചില്ല നമ്മുടെ ജലീൽ. ഞാൻ വിരോധമില്ല. അപ്പം അങ്ങനെ ഇതെല്ലാവർക്കും ഉണ്ട്. ക്രിസ്ത്യാനി, മുസ്ലിം, ഹിന്ദു മാത്രമല്ല. പക്ഷെ അതെല്ലാം മുസ്ലിങ്ങളാണ് ചെയ്യുന്നത്. മുസ്ലിം സമുദായം ചെയ്യുന്നതിൽ അങ്ങനെ നിങ്ങൾ പറഞ്ഞ് ആക്ഷേപിച്ചാൽ ഞങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറില്ല. നമുക്ക് എല്ലാവരും സംരക്ഷിക്കണം. മുസ്ലിങ്ങളെ സംരക്ഷിക്കണം, ഹിന്ദുവിനെ സംരക്ഷിക്കണം, ക്രിസ്ത്യാനി സംരക്ഷിക്കണം, ദളിതിനെ സംരക്ഷിക്കണം, എല്ലാ ഇന്ത്യക്കാരും നമുക്ക് സംരക്ഷിക്കണം. അതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അല്ല മുസ്ലിങ്ങൾ മാത്രമല്ല. ആ സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ മുസ്ലിങ്ങൾക്കും സംരക്ഷണം കിട്ടണം. അത് രാഹുൽ ഗാന്ധി പ്രിയങ്ക കൊടുക്കുന്നില്ല, KC വേണു കൊടുക്കുന്നില്ല, ആന്റണി കൊടുത്തിട്ടില്ല. അതാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇപ്പൊ ചാരായ നിരോധനത്തിൽ വന്നപ്പോൾ ഏതെങ്കിലും AIC ഭാരവാഹി പറഞ്ഞോ, പൊന്നുമോനെ ആന്റണി അല്ലെങ്കിൽ ആന്റണി നിങ്ങളിപ്പോൾ ചെയ്ത് സ്റ്റഡി ചെയ്തില്ല, അന്തമായിട്ട് വാ വിളിച്ചിരുന്നു. അതല്ലേ ഭരണം പോയതല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ ചാരായം നിരോധിച്ചപ്പോഴും AICC കൂട്ടുവന്നു? ഈ സോണിയ രാഹുൽ അത്ര ആയില്ലെന്ന്. ഈ സോണിയാഗാന്ധി സോണിയയുടെ ഗ്രൂപ്പാണ് നിങ്ങൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു? അതിനെക്കുറിച്ച് പഠിക്കാതെ അതിലെപ്പോഴും ഭരണം തന്നെ പോയി. ആ ചാരായം നിരോധിച്ചുകൊണ്ട് കുറേ അബ്കാരി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ അബ്കാരികളിൽ 90% ആനയുടെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ സഭയുടെ ആൾക്കാരാണ്. ഇത് പാറമട 2000-ഓളം പാറമടക്ക് സഭയുടെ പേരിൽ കേരളത്തിൽ നടക്കുന്നുണ്ട്. സഭയുടെ ഗ്രോഫിൽ 1 ലക്ഷത്തിലുള്ള ഡെയിലി വരുമാനമുണ്ട്. അത് ഇന്നത്തെ സാമ്പത്തികാര്യ മന്ത്രിയുടെയൊക്കെ ബ്രദറാണ് അതിൻ്റെയൊക്കെ കെയർ ഓഫിൽ നിൽക്കുന്നത്. ഇതൊക്കെ കളിയാണ്. അങ്ങനെ വരുമാനമുണ്ട്. അപ്പോൾ അത് നേട്ടം കിട്ടിയത് മുഴുവൻ ഈ സമുദായത്തിനാണ്, ഈ സഭയുടെ ആൾക്കാർക്ക് തന്നെയാണ്. കാരണം 90% ബിസിനസ്സുകാർ ബാർ മുതലാളിമാർ അവരാണ്. ഈ വെള്ളാപ്പിള്ളക്ക് 1-2 പേരുണ്ടെങ്കിലും ബാക്കി 90% ബാർ മുതലാളി കേരളത്തിലെങ്കിലും സഭയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യ സമുദായത്തിലെ ആൾക്കാരാണ്.
ക്രിസ്ത്യാനിയെ പറഞ്ഞിട്ടല്ല, അവരെ പാടി ജീവിക്കുന്ന കുറേ ആൾക്കാരെന്നല്ലാതെ സഭയാണെല്ലാം നയിക്കും നിയന്ത്രിക്കും. സഭയുടെ സ്വത്ത് കണക്കുണ്ടോ? ആ പാവം 2 പെൺകുട്ടിയെ അമ്മയും കൂടി ട്രെയിൻ മുന്നിൽ ചാടി മരിച്ചപ്പോഴേ സഭ അറിഞ്ഞില്ലേ? സഭയ്ക്ക് എന്തെല്ലാം ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയാൻ പാടില്ല സഭയ്ക്ക്. ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ ജോലിക്ക് വേണ്ടി ശ്രമിച്ചവരെ കാലുവാരി എതിർത്ത് ഒരു സഭയുടെ ഒരു ആശുപത്രി പറഞ്ഞറിയോ, 1 വർഷത്തേക്ക് ഈ സ്ത്രീയോട് ഫ്രീ ആയിട്ട് ചെയ്യാൻ. ലോകത്ത് ആരെങ്കിലും പറയൂ, ഏതെങ്കിലും മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട് പറയോ 1 വർഷം ജോലികൾ ഫ്രീ ആയിട്ട് ചെയ്യണമെന്ന്? ഫ്രീ സർവീസ് എന്താണ്? കുറച്ച് വർഷം പഠനം കഴിഞ്ഞിട്ട് കുറച്ച് വർഷം വെറുതെ ചെയ്തിട്ടുണ്ട്, അതിനൊരു പിഴയായിട്ട്. അപ്പം അങ്ങനെ ജീവിക്കും. ഒരു 50% ശമ്പളം പിടിക്കുക, അല്ലെങ്കിൽ ഒരു 3 മാസത്തേക്ക് ട്രെയിൻ കൊടുക്കാതിരിക്കുക. 3 മാസം ട്രെയിനിങ് മതിയല്ലോ. ഇത് 1 വർഷത്തേക്ക് ഫ്രീ ആയിട്ട് ചെയ്യണം. അതൊക്കെ പറഞ്ഞപ്പോഴേ സഭ, ഈ പാല ബിഷപ്പ്, ഈ PC ജോർജ്, നിങ്ങൾക്ക് എന്ത് സമുദായ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് അന്വേഷിച്ചില്ല? ആ പാവ സ്ത്രീയാരായ കുഞ്ഞുമക്കൾ ജീവിതത്തിൽ കായ് പൂ അറിയാതെ വന്ന സമയത്ത് ഭസ്മായി പോയില്ലേ, അല്ലെങ്കിൽ കഷ്ണങ്ങളായി പോയില്ലേ? ഒരു ഫാദറാണ് അത് ബന്ധുവായ ഫാദറാണ് അത് ചുക്കാൻ പിടിച്ചെന്ന് പറഞ്ഞാൽ എവിടെയാണോ നിങ്ങളുടെ സംസ്കാരത്തെ പറ്റിയത്? എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? പണം മാത്രം മതി. ഞാൻ ഒരു കാര്യം പറയാം, അഭയ കേസിൽ ആ 2 അച്ഛന്മാരും കന്യാസിയെ നിങ്ങൾ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇത്രയും നാറിപ്പോലാന്ന്. ഇപ്പം സഭയുടെ കുറിച്ച് കന്യാസികളെ കാണുമ്പോഴുള്ള ജനങ്ങളെ അവരിത് കഷ്ടപ്പെട്ട റോഡാണ് ഇപ്പോൾ പോകുന്നത്. അത്ര കണ്ട് മോശമായി ചിത്രീകരിച്ചില്ലേ? എത്ര കോടി മുടിക്കാൻ വേണ്ടി നിങ്ങൾ സമ്പത്തുണ്ടാക്കിയോ പണം അടിക്കാതെ ഒരു കുഴപ്പമില്ല. ആ പാവപ്പെട്ട സമുദായത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിലെ പാവപ്പെട്ട സ്ത്രീകളെയെങ്കിലും നിങ്ങൾ എടുക്കണം. എല്ലാ സമുദായത്തിലും ഉണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിൽ മാത്രമല്ല. അവർക്കാണ് കുറെ എസ്റ്റാബ്ലിഷ് സിസ്റ്റമാറ്റിക് പോകുന്നത്, ചെയ്തില്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ കോൺഗ്രസ് BJPയിലോ അല്ലെങ്കിൽ RSSലോ സംഘപരിവാറിലോ ഇപ്പോൾ പാർട്ടി ഉണ്ടാക്കിയോ ഒക്കെ ചെയ്തൊക്കെ നിങ്ങൾ അവകാശമായി. ഇതൊക്കെ ചെയ്ത് അവസാനം ഇന്നല്ലെങ്കിൽ നാളെ BJP ഇന്ത്യയിൽ അധികാരത്തിൽ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ നിങ്ങൾ അതിൽ സഭയുടെ പേരും പറഞ്ഞ് ജാതിയുടെ പേരും പറഞ്ഞ് പ്രിയങ്ക രാഹുലെ മോനെ എന്ന് പറഞ്ഞിട്ട് കയറി ഞങ്ങളെപ്പോഴുള്ളവർക്ക് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അതൊരു താക്കിയൊന്നല്ല, ഒരു വിനയമായ റിക്വസ്റ്റാണ്. അതിപ്പോൾ നിങ്ങൾ ബുദ്ധി പറഞ്ഞിരിക്കുക. തൽക്കാലം നേട്ടത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ സംഘപരിവാറിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അത് നിങ്ങളെ സംബന്ധിച്ച് അത് ആപത്ത് മാത്രമല്ല, നാശത്തിൻ്റെ ആരംഭം ആണെന്ന് കൂടി സഭയെ വിനീതമായി ഉപദേശിക്കുകയാണ്. സഭയെ ഉപദേശിക്കാൻ മാത്രം വലിപ്പം ഞങ്ങൾക്കില്ല, എങ്കിലും ഞങ്ങളുടെ അറിവ് നിങ്ങളോട് ചെലുത്താണ്. യാതൊരു പിണക്കോ വൈരാഗ്യമോ ഒന്നും ഞങ്ങളില്ല. നിങ്ങളുടെ സമ്പത്ത് സൂക്ഷിച്ചാൽ അത് കുഴപ്പമില്ല. ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹങ്ങളില്ലേ. ചിലർക്ക് പൊക്കമില്ലായ്മ എൻ്റെ പൊക്കം എന്ന് പറയുമ്പോൾ ചിലർക്ക് സമ്പത്താണ്, പണമാണ് താല്പര്യം, ചിലർക്കല്ല മാന്യമായി ജീവിക്കാൻ, ചിലർക്ക് പേരാണ്. ഓരോരുത്തർക്ക് ഓരോ താല്പര്യം. സഭയെ സംബന്ധിച്ച് ഭൗതിക നേട്ട സമ്പത്ത് മാത്രമാണ് താല്പര്യം. അതൊക്കെ ചെയ്തൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കോൺഗ്രസ് ഇനിയും മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ വീണ്ടും പറയാം, കാരണം ആൾക്കാർ നിരന്തരമായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. കാരണം ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതിൽ വല്ല സത്യമുണ്ടെന്ന് ശരിയല്ലേ? 20% വരുന്ന മുസ്ലിം സമുദായത്തെ നിങ്ങൾ അവഗണിച്ചുകൊണ്ട്, 40% വരുന്ന കേരളത്തിലെ മുസ്ലിം സമുദായത്തെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ നിങ്ങൾ നോമ്പ് കാലത്ത് നിങ്ങൾ ഈ തങ്ങളെയും കണ്ടുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം മുഴുവൻ നിങ്ങൾക്കാകുമെന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരമാണ്. അങ്ങനെ നടക്കും. 40% വരുന്ന കേരളത്തിൽ മുസ്ലിം നിങ്ങൾ മാന്യമായിട്ട്, നിങ്ങൾ ഒന്നും കൂടുതൽ കൊടുക്കണ്ട, മാന്യമായിട്ട് മറ്റുള്ള കൊടുക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ അപകടത്തിലാണ് പോകുന്നത്. അതാണ് എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്. അല്ലെങ്കിൽ വീണ്ടും LDF തന്നെ അധികാരത്തിൽ വരും, പറഞ്ഞിട്ട് കാര്യമില്ല. ആ രീതിയിലാണ് പോകുന്നത്. കോൺഗ്രസിൻ്റെ തമ്മിലടി മറ്റു രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു പരിഗണന കൊടുക്കുന്നല്ലേ? ഇവിടെ കൊടുക്കുന്നു 40% ഒരു വിഭാഗത്തിന്. നിങ്ങൾ കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എന്താണ് പരിഗണന കൊടുക്കുന്നത്? എത്ര സീറ്റ് കൊടുക്കുന്നത് ഓരോ സ്ഥലത്തും, ഓരോ സ്ഥാനത്തും? ഇപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ പോകുന്നുണ്ട് വല്ലതുമുള്ളൂ, അല്ലെങ്കിൽ സ്റ്റേജിലുണ്ട്, യോഗത്തിലുണ്ട്. നിങ്ങൾ ഇലക്ഷൻ വരുമ്പോൾ ഈ 40% പിന്നെ ജനസംഖ്യയുള്ള കോൺഗ്രസ് മുസ്ലിങ്ങളിൽ നിന്ന് ഒരാളുടെ വോട്ട് വഹിക്കാൻ നിങ്ങൾ സാധിക്കുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു, എന്താണ് രമേശ് ജി അത് ഇടതുപക്ഷ മുന്നണി, ഇത് മുസ്ലിം സമുദായം നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയാണ്. ഇപ്പോൾ പള്ളിയിലേക്ക് പോകേണ്ട സമയമാകുന്നുള്ളൂ. ഇടതുപക്ഷ മുന്നണി പാലൊളി മുഹമ്മദ് കുട്ടിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച് ഫോട്ടോ വെച്ച് നടക്കുന്നു. അത് കൊടുക്കില്ലത് വേറെ കാര്യം. അതേ സ്ഥാനത്ത് UDFന്റെ പരസ്യ ചിത്രത്തിൽ, പരസ്യ ഫ്ലെക്സിൽ ഒരു മുസ്ലിം തല പോലും വഹിക്കാൻ പറ്റില്ല. ചോദിച്ചപ്പോൾ രമേശ് പറഞ്ഞ മറുപടി മുസ്ലിങ്ങളെ ബുദ്ധിയുള്ളവർ കേൾക്ക്, അത് വേണമെങ്കിൽ KPCC പ്രസിഡന്റ് ആയിരിക്കണം,
അല്ലെങ്കിൽ മുൻ KPC പ്രസിഡന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കണം, അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി ആയിരിക്കണം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരിക്കണം, അല്ലെങ്കിൽ ഐക്യമുന്നണിയുടെ ചെയർമാൻ ആയിരിക്കണം. എന്തേ രമേഷ് ജി ഈ 40% മുസ്ലിങ്ങളെ ഇതൊന്നും ആക്കാത്തത് 19 വർഷം കൊണ്ട്? ടി ഒ ബാബാ സാഹിബിന് ശേഷം നിങ്ങൾ ആരെ കൊണ്ടുവന്നു? ഏത് മുസ്ലിം വെച്ച് നിങ്ങൾ രംഗത്ത് കൊണ്ടുവന്നു? ഇത് ചോദിക്കുക ഒരൊറ്റ മുസ്ലിം ഇന്ത്യയിലില്ല, കേരളത്തിലില്ല. അവർക്കെല്ലാം ഭയമാണ്. ചിലർക്കെല്ലാം എങ്ങനെയെങ്കിലും ഒരു MLA ആകണം, പഴയെങ്കിലും മന്ത്രിയാകണം എന്നല്ലാതെ സമുദായത്തെക്കുറിച്ച് ചിന്തിക്കാനോ പറയാനോ പറ്റില്ല. സമുദായം വാക്ക് ഉച്ചരിച്ചാൽ അവിടെ സ്ഥാനം ഉണ്ടാവില്ല. ഞങ്ങൾക്കല്ല, ഞങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ട. പക്ഷെ ജനങ്ങൾ ഭയപ്പെടുന്നു, നമ്മൾ ഈശ്വര പടച്ചവനും ഭയപ്പെടുന്നു. അല്ലാതെ അനുകൂലത്തിന് വേണ്ടിയൊന്നും ഭയപ്പെടില്ല, പോവില്ല. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് ചെയ്യേണ്ടത് ഈ 20% ദേശീയ മുസ്ലിങ്ങൾ ജനസംഖ്യയിൽ 40% ഒരു അംഗീകാരം കൊടുത്താൽ വേറെ കൂടുതലൊന്നും കൊടുക്കട്ടെ. മറ്റുള്ള കൊടുക്കുമ്പോൾ മാന്യ അംഗീകാരം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താം. അതിന് മുൻപായിട്ട് ആലപ്പുഴ ഗർഡർ നാഷണൽ ഹൈവേയുടെ പണിക്ക് ഗർഡർ പോയി വീണല്ലോ. ഒരു കുത്തുമ്പോൾ ആർക്കൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞത്. എന്ത് ഇറസ്പോൺസിബിൾ! അത് കേരളത്തിലെ എഞ്ചിനീയർമാർ, അത് ബീഹാറിൽ ആയിരക്കണക്കിന് കോടി മുടക്കി പണിത പാലങ്ങൾ 6 എണ്ണട്ട് ഈ ബീഹാറിൽ കഴിഞ്ഞ ഒരു കൊല്ലം ഉണ്ടായിട്ട് പൊളിഞ്ഞു പോയിട്ട് 1000 കോടി മുടക്കുന്നതാണ് വലിയ ആളുകൾ. അത് ബീഹാറിലാണ്. കേരളത്തിൽ നിങ്ങളിപ്പോൾ പാലം പണിതപ്പോൾ ഒരു കമ്പിയുടെ കൊണ്ട് ഇബ്രാഹിം കുഞ്ഞിനെ നിങ്ങൾക്ക് തകർത്ത് അയാൾ മണ്ടനായതുകൊണ്ട് അത് തകർത്ത് നിങ്ങൾ ആ സീറ്റ് നശിപ്പിച്ചെടുത്ത് കളഞ്ഞെടുത്തില്ലേ? എന്ത് ഈ ഗാർഡർ വീണിട്ട് എന്താണ് സമാധാനം? അതേ ഇബ്രാഹിം കുഞ്ഞിൻ്റെ പാലം അത് ശേഷം വന്ന മുട്ടത്ത് ഒരു മെട്രോ പാലത്തിൻ്റെ പില്ലർ എളിയിട്ടുണ്ടല്ലോ. ഇത് വാർത്ത കമ്പിയിൽ എന്ത് കുറവുണ്ടെന്നാണ്. അതൊന്നുമല്ലല്ലോ സത്യം. ഇബ്രാഹിം കുഞ്ഞ് നിങ്ങൾ മനസ്സിലാക്ക്, അതിൻ്റെ സത്യം ഇതാണ്. അവിടെ കാക്കാട് മെട്രോ വരുമ്പോഴേ ഒരു അരയടി വ്യത്യാസം വന്നിട്ടുണ്ട്. അത് എഞ്ചിനീയർമാരെയും കുഴപ്പമാണ്. അത് പറഞ്ഞ് തല്ലിക്കൊല്ലും. അതുകൊണ്ടെങ്കിലോ പാലം കേടാന്ന് പൊളിക്കുക, കേടാന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് അന്ന് രാത്രി പൊളിച്ചു കളഞ്ഞു. സത്യത്തിൽ പാലത്തിൽ കേടുകൊണ്ടല്ല, അരയടി വ്യത്യാസമുണ്ടായി. അല്ലെങ്കിൽ കടന്നു പോകുമ്പോഴും ശരിയാവില്ല മെട്രോ പാലത്തിൻ്റെ കൂടി. അതാണ് സംഗതി. ഇതൊന്നും അറിയാതെ മുസ്ലിം ലീഗ് പാവക്കാതെ ആട്ടം കാണുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് എന്ത് പറയാനാണ്? വെറുതെ കുറച്ച് ആത്മീയം കുറച്ച് ഭൗതികം പറഞ്ഞ് നടക്കല്ല. എന്തെങ്കിലും ദീർഘവീക്ഷണമെങ്കിൽ അവരാ പേര് മാറ്റി ഒരു ദേശീയ കാഴ്ചപ്പാട് ഇന്ന് അന്തസ്സായിട്ട് മുഖ്യമന്ത്രി കേരളത്തിൽ 40% ഇല്ലേ മുഖ്യമന്ത്രി നിങ്ങൾക്ക് ആവശ്യപ്പെടായിരുന്നു. അത് ചെയ്യില്ല ഒരിക്കലും. മുസ്ലിം ലീഗ് നിൽക്കുന്ന കാലം മറ്റുള്ള സമ്മതിക്കുകയല്ല മുഖ്യമന്ത്രിയാകാൻ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. ഒരായി നന്ദി. ജയ് ഹിന്ദ്.